ഹായ് ഹലോ. ഇന്ന് ഏപ്രിൽ 15. ഇന്ന് വിഷുവിൻ്റെ ജന്മദിനമാണ് കേട്ടോ. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ആൾ ഉറങ്ങുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് ചായ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മളിന്ന് അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടൈം തന്നെ നമ്മൾ ആ മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ല ചുടിച്ചുട അപ്പം നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മുട്ട റോസ്റ്റാണ് വെക്കുന്നത്. മുട്ട റോസ്റ്റ് കുറച്ചൊന്ന് ചാറും കൂടി ചേർത്തിട്ടാണ് വെക്കുന്നത്. ഉള്ളി സവോളയൊക്കെ കുനുകുനാന്നരിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു എളുപ്പപ്പണി കാണിച്ചു. മിക്സിയുടെ ജാലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ പണി എളുപ്പമായി. അങ്ങനെ നമ്മുടെ ചൂട് മുട്ട റോസ്റ്റും അതുപോലെ തന്നെ നല്ല ചൂടപ്പവും റെഡി ആയിട്ടുണ്ട്. പിന്നെ കിച്ചണും കൂടെ വൃത്തിയാക്കിയ സംഭവം ക്ലീൻ. അങ്ങനെ കിച്ചണും നമ്മളൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൂത്ത് തുടച്ചൊന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ വിഷുക്കുട്ടനെ രാവിലെ ഇങ്ങോണം എഴുന്നേറ്റ് വന്നു. അങ്ങനെ അവനെ കിറക്കിയിട്ട് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അവൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുക. അപ്പം ഞാൻ അവനോട് പറയുമായിരുന്നു, നമ്മൾ തമ്മിൽ ആദ്യം കണ്ട വിഷുവിന് ഓർമ്മയുണ്ടോ, ഡോക്ടർ മാമൻ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെയൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. എന്നിട്ട് വിഷു കരഞ്ഞില്ല എന്നും പറഞ്ഞ് ഞാൻ ഡോക്ടർ മാമനോട് പറഞ്ഞപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവൻ്റെ കാലിൽ ഡോക്ടർ പിടിച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നതും, അപ്പോൾ വിഷു കരഞ്ഞതും ആൺകുട്ടിയാണെന്ന് എന്നോട് പറഞ്ഞതും ഒക്കെ ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെ. ഇപ്പം ഒരു 3 വയസ്സായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങളാണ് കേട്ടോ. പിന്നെ വിഷുവിന് കുറച്ച് സമ്പാദ്യം ഉണ്ടായിരുന്നു, ഒരു കുടുക്ക. അപ്പം നമ്മൾ വിഷു ഉറങ്ങിയ സമയത്ത് ആ കുടുക്കയൊന്ന് പൊട്ടിച്ചു. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അവന് ലവ് ബേഡ്സ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നാളെ പോയി നമുക്ക് ലവ് ബേഡ്സ് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ ബർത്ത്ഡേയുടെ തലേന്ന് രാത്രിയിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പൊട്ടിച്ച കുടുക്കയ്ക്ക് പകരമായിട്ട് വേറൊരു കുടുക്കയും കൂടെ വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് വിഷുവിന് എനിക്കും ഒരു കുടുക്ക നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുടുക്കയായിരുന്നു. വിഷു ആദ്യം അങ്ങ് കൈ കടത്തി അങ്ങ് അടിച്ചു മാറ്റി. അപ്പോൾ പിന്നെ എനിക്ക് കുടുക്ക ഇല്ലാതായതുകൊണ്ട് പിന്നെ എനിക്കും കൂടെ ഒരു കുടുക്ക നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടുക്ക വാങ്ങാൻ പോയി. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കുള്ള കുടുക്ക വിഷു ഇങ്ങനെ സെലക്ട് ചെയ്ത് തരിക ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ ഈ കുടുക്കയാണ് എടുത്തത്. വിഷുവിന് ധാരാട്ടൻ കളറിലെ കുടുക്കയാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുടുക്കയൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. ഇതിലാദ്യം നിറച്ച് എൻ്റെ മാമൻ കുറച്ച് ചില്ലറ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഐശ്വര്യത്തോടു കൂടി മാമൻ തന്ന പൈസ ഇട്ടിട്ടാണ് ഞങ്ങൾ കുടുക്ക നിറച്ചത്. അത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ കാത്തു ചേച്ചി വിഷുവിന് കൈനീട്ടം കൊടുത്തു കേട്ടോ. അപ്പോൾ ആശാനകത്തും തുള്ളി നമ്മുടെ കുടുക്കലിടുക ചെയ്യുന്നത്. പിന്നെ രാവിലെ കുളിച്ചെല്ലാം റെഡിയായിട്ട് നമ്മൾ അംഗൻവാടിയിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് മിഠായിയൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയായി. അതിന് ടീച്ചർമാർക്ക് കൊടു, ടീച്ചർമാർക്കും കൊടു. അമ്പല ടീച്ചറിന് കൊടു. ഹെഡിന് കൊടുത്തില്ല. ആരൊക്കെ ഒന്ന് കൊണ്ട് ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ വിഷുവിന്റെ. ഇതാരാ ഈ കുട്ടി? ആരാ ഈ കുട്ടി? ഇതേത് കുട്ടിയാ? ഇതാരാ? പോയിക്കോ. ഇതാരാ? പേര് പറഞ്ഞു കൊടുക്കുമോ? വിഷു ഇങ്ങോട്ട് നോക്കിക്കേ, പേര് പറ. ആദ്യം മാധു. ഇതാരാ? പേര് പറ. രക്ഷിത, മിക്കി, നേവിക്ക്. ഇത് പറ, കുഞ്ഞു പറ, പേര് പറ. ഇതാരാ? ഇതിന്റെ പേര് പറ. കുഞ്ഞു തന്നെ പറഞ്ഞേ. കൃത്തിക. എനിക്കറിയത്തില്ല പറയാൻ. വൃത്തി. നല്ലപോലെ
വൈകിട്ട് വിഷുവിൻ്റെ അമ്മമ്മ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വീട്ടിൽ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ വന്നിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ പരിശോധിച്ച് നോക്കുക. അമ്മ ഡ്രസ്സും ഒക്കെ ആയിട്ടായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ ആളുടെ കൊടുത്തു. ആളെല്ലാം പൊട്ടിച്ചെല്ലാം നോക്കി, കണ്ടുപാടെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആളെടുത്ത് കളിക്കാൻ പിന്നെ ഓട്ടമാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയുടെ ആ ഒരു ലോകത്ത് കുറേ വണ്ടികളുണ്ട്, അതുകൊണ്ടുള്ള ലോകത്താണ്. വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ പെറ്റ് ഷോപ്പിലെത്തി കേട്ടോ, വിഷുവിന് ലവ് ബേർഡ്സിനെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ വന്നെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ 2 പട്ടിക്കുട്ടന്മാരും ഒരു പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലവ് ബേർഡ്സിനെയാണ് വാങ്ങാൻ വന്നത്. പട്ടിയും പൂച്ചയൊന്നും വിഷുവായിട്ട് സെറ്റാവുമെന്ന് തോന്നുന്നില്ല. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ അവർ, ഇതിലാരെങ്കിലും ബാലൻസ് കാണും. അപ്പം നമ്മൾ വന്നത് ലവ് ബേർഡ്സിനെ വാങ്ങാനാണ് കേട്ടോ. കുറേ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ 2 എണ്ണത്തിനെയാണ് വാങ്ങിയത്. അതായത് മുയലിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ലവ് ബേർഡ്സ്. ഇനി ഇത് എത്ര കാലം കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും അവൻ്റെ ഇഷ്ടമല്ലേ, അങ്ങനെ വാങ്ങി. അങ്ങനെ ഹേയ് ഗൈസ്, മുയലിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ലവ് ബേർഡ്സ്. ലവ് ബേർഡ് അങ്ങനെ ആളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. 3ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡായിട്ട് നമ്മൾ ചിക്കൻ കറിയും പൊറോട്ട, പത്തിരി, അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വിഷുവിൻ്റെ കേക്ക് വിഷുവിൻ്റെ അപ്പിയും മാമനും കൂടെ ഗിഫ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്തത് കേട്ടോ. അപ്പം അവൻ JCB കാരനായതുകൊണ്ട് ഒരു JCB ആണ് അതിൽ തീമായിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ അപ്പിയും മാമനും കൂടെ കേക്കും ഒക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അതിന് മുന്നേ തന്നെ ആൾ കത്തിയും കൊണ്ട് ഇപ്പം മുറിക്കുകയും പറഞ്ഞു. അങ്ങനെ വിഷുവിൻ്റെ 2 ടോയ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, JCB. അതൊക്കെ എടുത്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. എല്ലാവർക്കും കൊടുക്ക്, എല്ലാരും വായിച്ച് വെച്ച് കൊടുക്ക്. അമ്മ വെപ്പിക്കാം. ഞാൻ കൈ കടിച്ചു കടിച്ചേര് കൈ കടിച്ചു. പിന്നെ വിഷു എല്ലാവരുമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.